അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും വെള്ളിപ്രഭയിലേക്ക് സ്വാഗതം. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മുഅ്മിനീങ്ങളെ, മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 12 മാസങ്ങൾക്കിടയിൽ എനിക്ക് ബർക്കത്ത് തരണേ എന്ന റബ്ബിനോട് പ്രാർത്ഥിച്ചത് 2 മാസങ്ങളുടേതായിരുന്നു. അതിലൊന്ന് റജബ് മാസത്തിൻ്റെ ബർക്കത്താണ്, മറ്റൊന്ന് ഷഅബാനിൻ്റെ ബർക്കത്താണ്. അപ്പോൾ ബർക്കത്തേറെയുള്ള പരിശുദ്ധമായ റജബിലൂടെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, റജബിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് റജബുൻ ഷഹ്റുല്ലാഹിൽ അസബ് തുസബ്ബു ഫീഹിൽ ബറകാതു അലൽ അനാം. അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ പരിശുദ്ധമായ ഒരു മാസമാണ് റജബ്. തുസബ്ബു ഫീഹിൽ ബറകാത്ത്, അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് ബറക്കത്ത് ചുരിഞ്ഞു കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. മഹാനാകുന്ന അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ ഉന്നിയത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തുന്നു, റജബിൽ 3 അക്ഷരങ്ങളാണുള്ളത്. ഒന്ന് റാ ആൺ, മറ്റൊന്ന് ജീമാൻ, മറ്റൊന്ന് ബ ആൺ. റജബിലെ റാ കൊണ്ടുദ്ദേശിക്കുന്നത് റഹ്മത്തുള്ള, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ജീമ കൊണ്ടുദ്ദേശിക്കുന്നത് ജൂദുള്ള, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അതിലെ ബാ കൊണ്ടുദ്ദേശിക്കുന്നത് ബിറുള്ള, അതല്ലെങ്കിൽ ബറക്കത്തുള്ള, അള്ളാഹിൻ്റെ നന്മ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ബറക്കത്താണ് എന്ന് നമുക്കതിൽ കാണാവുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ ജൂദും അവൻ്റെ ബറക്കത്തും ചോദിച്ചു വാങ്ങേണ്ട പരിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. മുഅ്മിനീങ്ങളെ, നമ്മുടെ ആയുസ്സിൻ്റെ ബറക്കത്തിന്, നമ്മുടെ ജീവിതത്തിൻ്റെ ബറക്കത്തിന്, നമ്മുടെ ജോലിയുടെ ബറക്കത്തിന്, നമ്മുടെ വരുമാനത്തിൻ്റെ ബറക്കത്തിന്, നമ്മുടെ വീടിൻ്റെ ബറക്കത്തിന്, നമ്മുടെ മക്കളുടെ ഇങ്ങനെ തുടങ്ങി നമ്മൾക്ക് ബറക്കത്ത് ആഗ്രഹമുള്ള എല്ലാ മേഖലയുടെയും ബറക്കത്ത് റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ട ഒരു പരിശുദ്ധമായ മാസത്തിലാണ് നമ്മളുള്ളത്. അതോടൊപ്പം തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് ആഗതമായാൽ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. പടച്ചോനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയുകയും റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന ധാരാളം പ്രാർത്ഥിക്കണം. റബ്ബിനോട് ബറക്കത്ത് ചോദിച്ചു വാങ്ങണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, റജബ് അതിപവിത്രമാണ്. അതിൽ 1-ാമത്തെ രാവ് തന്നെ കാരുണ്യത്തിൻ്റെ രാവാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, അങ്ങേ ലോകർക്ക് മുഴുവനും കാരുണ്യദൂതനായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ കാരണമായ ശുക്ലബിന്ദു അവിടുത്തെ പിതാവിൻ്റെ മുതുകിൽ നിന്നും അവിടുത്തെ മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് പതിച്ച പുണ്യരാവാണ് റജബിൻ്റെ 1-ാമത്തെ രാവ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മഹത്തുക്കൾ പരിചയപ്പെടുത്തിയ രാവുകളിൽപ്പെട്ട രാവാണ് റജബിലെ 1-ാമത്തെ രാവ്. സങ്കടപ്പെടേണ്ടതില്ല, 1-ാമത്തെ രാവ് കഴിഞ്ഞല്ലോ എന്ന സങ്കടം വേണ്ട. റജബിൽ എപ്പോൾ നമ്മൾ പ്രാർത്ഥന നടത്തിയാലും ആ പ്രാർത്ഥനകൾക്കെല്ലാം തന്നെ ഉത്തരമുണ്ട് എന്നതാണ്. നോക്കണേ നിങ്ങൾ, റജബിലെ ഓരോ രാത്രിയിലും അള്ളാഹു ഇങ്ങനെ വിളിച്ചു പറയുമത്രേ, റജബുൻ ഷഹ്രി, റജബ് എൻ്റെ മാസമാണ്. വൽ അബ്ദു അബ്ദി, അടിമകളെല്ലാം എൻ്റെ അടിമകളാണ്. വർ റഹ്മത്തു റഹ്മത്തി, ഞാൻ ചെയ്യുന്ന കാരുണ്യം എൻ്റെ കരുണയിൽപ്പെട്ടതാണ്. വൽ ഫദ്ലു ബിയദി, ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ എൻ്റെ അടുക്കലാണുള്ളത്. വ അന ഗാഫിറുൻ ലിമൻ ഇസ്തഗ്ഫറനി, എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നവർക്ക് ഞാൻ പൊറുത്തു തരുന്നതാണ്. അതുപോലെ തന്നെ വ മുഅ്തിൽ ലിമൻ സഅലനി, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ നൽകുന്നതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ ചോദിക്കേണ്ടതേ ഉള്ളൂ, ഉത്തരം തരാമെന്ന് റബ്ബ് ഓരോ രാത്രിയിലും വിളിച്ചു പറയുന്ന പരിശുദ്ധമായ റജബിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് മുടക്കം വരരുത്. എല്ലാ കാര്യങ്ങളും ഈ ഉള്ള രാവുകളിൽ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനാകുന്ന അബൂബക്കറിനിൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശഹ്റു റജബിൻ ശഹ്റു സറഇ വ ശഅബാനു ശഹ്റു സുഖീൽ ലിസ്സറഇ വ റമളാനു ശഹ്റു ഹസാദി സറഇ. റജബ് എന്നത് വിത്തിറക്കേണ്ട മാസമാണ്.
ഷാബാൻ അതിന് നനച്ചു കൊടുക്കേണ്ട മാസമാണ്. റമദാൻ അതിനെ കൊയ്തെടുക്കേണ്ട മാസമാണ്. മഹാനുഭാവൻ തന്നെ പറയുകയാണ്, റജബുണ്ടല്ലോ ശക്തമായ കാറ്റുപോലെയാണ്, ഷാബാൻ മേഘം പോലെയാണ്, ഉരുണ്ടുകൂടിയ മേഘം പോലെയാണ്, റമദാൻ ശക്തമായ മഴ പോലെയാണ്. എന്താണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? റജബ് വിത്തിറക്കേണ്ട മാസമാണെന്ന് പറയുമ്പോൾ നന്മകളുടെ വിത്തിറക്കി തുടങ്ങേണ്ട മാസമാണ് റജബ് എന്നതാണ്. അതുപോലെ തന്നെ ഷഅബാൻ ആ നന്മകൾ നിലനിർത്തേണ്ട മാസമാണ്. അങ്ങനെയാണ് നമ്മൾ റമദാനിലേക്ക് എത്തുന്നതെങ്കിൽ റമദാനു ലിതൻവീറുൽ ഖുലൂബ്, നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കുന്ന റമദാനായി നമ്മുടെ റമദാൻ മാറുമെന്നാണ്. പലരുടെയും റമദാനിനെ രണ്ട് രൂപത്തിൽ നമുക്ക് അതിനെ ഉദാഹരിക്കാം. ചിലരുടെ റമദാൻ ഒരു പന്തൽ പോലെയാണ്, മറ്റു ചിലർക്ക് റമദാൻ ഒരു ബിൽഡിങ് പോലെയാണ് എന്നതാണ്. എന്താണ് പന്തലിൻ്റെ പ്രത്യേകത? നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പന്തൽ കെട്ടാറുള്ളത്. ആ പന്തൽ ആ ഫംഗ്ഷനിൻ്റെ സമയത്ത് മുഴുവനും സജീവമായി അവിടെ തന്നെ ഉണ്ടാകും. ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ പന്തൽ പൊളിഞ്ഞു പോകും, പൊളിച്ചു കളയും എന്നതുപോലെ റമദാൻ ആഗതമായാൽ ഒരുപാട് നന്മകളും ഇഴ്ത്തിക്കാഫും മറ്റൊരുപാട് സൽക്രമങ്ങളുമായി നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കും. പക്ഷേ റമദാൻ കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കി പോകുന്ന ഒരു സമ്പ്രദായം, ഒരു സിസ്റ്റം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് റമദാൻ അത് ബിൽഡിങ് പോലെയാണ്, ഓഡിറ്റോറിയം പോലെയാണ്. ഓഡിറ്റോറിയത്തിൽ എത്ര കല്യാണം നടന്നാലും എത്ര ഫംഗ്ഷനുകൾ നടന്നാലും ആരും ഓഡിറ്റോറിയം പൊളിച്ചു കൊണ്ടുപോകാറില്ല. ആ ഓഡിറ്റോറിയം അവിടെ തന്നെ നിൽക്കുന്നതാണ്. എന്നതുപോലെ റമദാനിൽ ചെയ്ത നന്മകൾ, ആ ചൈതന്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ റമദാനിന് ശേഷവും നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ചില ആളുകളിൽ പെടാനുള്ള മാർഗം അത് റജബിൽ തന്നെ ഒരുങ്ങലാണ്. റജബ് എന്ന് പറയുന്ന തറയിൽ, ഷഅബാൻ എന്ന് പറയുന്ന ഭിത്തിയിൽ റമദാൻ എന്ന് പറയുന്ന മേൽക്കൂര പണിത ആളുകൾക്കാണ് അങ്ങനെയുള്ള റമദാനായി, അങ്ങനെയുള്ള ജീവിതം കരുപ്പിടിപ്പിക്കാൻ സാധിക്കുന്നത്. വറമദാനുൻ ഇലാ റമദാൻ കഫാറത്തും മാ ബൈനഹുമ. ഒരു റമദാൻ അള്ളാഹു സ്വീകരിച്ചാൽ അടുത്ത റമദാൻ വരെ തിന്മകളില്ലാതെ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സാധിക്കും. അതാർക്കാണ്? റജബിലെ ഒരുങ്ങിയ ആളുകൾക്കാണ്. അതുകൊണ്ട് നന്മകളായി നാം കരുതുന്ന, നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെയും റമദാൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാതെ ഇപ്പോഴേ നമ്മൾ ചെയ്തു തുടങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റജബുൻ ഷഹറുല്ലാഹ് വശഅബാനു ഷഹരി വറമദാനു ഷഹറു ഉമ്മത്തി. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്, ഷഅബാൻ എൻ്റെ മാസമാണ്, റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. മഹത്തുക്കൾ പറയുന്നു, ഇന്ന റജബിൻ ലി ഇസ്തിഗ്ഫാറും മിനദ്ദുനൂബ്. റജബുണ്ടല്ലോ അത് പാപമോചനം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റജബ് എന്ന് പറയുന്നത്. റജബ് അള്ളാഹിൻ്റെ മാസമാണ്. റജബ് പാപങ്ങൾ അള്ളാഹുവിൽ നിന്നും പൊരുത്തം ചോദിക്കേണ്ട ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ് റജബ് എന്ന് പറയുമ്പോൾ സൃഷ്ടാവായ റബ്ബും അതുപോലെ തന്നെ നമ്മളും നമ്മുടെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിൽ വന്നുപോയ വിള്ളലുകളെ വിളക്കി ചേർക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ്. അതുകൊണ്ട് തന്നെ പാപമോചനത്തിൻ്റെ പത്തില്ലേ, കാരുണ്യത്തിൻ്റെ പത്തില്ലേ, നരകമോചനത്തിൻ്റെ പത്തില്ലേ വരാൻ അപ്പോഴാകാമെന്ന് കരുതി നിൽക്കാതെ ഇപ്പോഴേ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടും തൗബ ചെയ്തുകൊണ്ടും നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ തെറ്റുകളെല്ലാം റബ്ബിനോട് പൊരുത്തം ചോദിച്ചു വാങ്ങി, അതുപോലെ തന്നെ മനുഷ്യന്മാരോടുള്ളതെല്ലാം പൊരുത്തപ്പെടിച്ചുകൊണ്ട് നല്ല ഒരു ഹൃദയത്തോടുകൂടെ നന്മകളുമായി കൊണ്ട് നമുക്ക് റജബിനെയും ഷഅബാനിനെയും വരവേറ്റുകൊണ്ട് റമദാനിലേക്ക് നമുക്കെത്താം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയായാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാനുൽ തൻവീറുൽ ഖുലൂബ്, ഹൃദയം പ്രകാശിപ്പിക്കുന്ന റമദാനായി നമ്മുടെ റമദാൻ മാറും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ദിനരാത്രങ്ങൾ ഓരോന്നും വളരെ പവിത്രമാണ്. അതിലെ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലവും അതിൽ വല്ല തിന്മകളും സംഭവിച്ചു പോയാൽ ഇരട്ടി ശിക്ഷയുമായിരിക്കും. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, തിന്മകൾ വരാതെ ജീവിക്കാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅവതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.